നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച് സംഘം. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കുമേൽ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ഗർഭഛിദ്രം നടത്തിയതടക്കമുള്ള ആശുപത്രി രേഖകൾ അടക്കം ഇന്റലിജൻസ് ശേഖരിച്ചു. ഗർഭഛിദ്രം നടത്തിയ 2 യുവതികളുടെയും മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇനി ഇവർ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ നിയമോപദേശം തേടാനാണ് തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി നൽകിയിട്ടില്ലെന്നും അതിനാൽ മറ്റു നിയമ നടപടികൾക്ക് ഒരു സാധ്യതയുമില്ലെന്നുമാണ് കോൺഗ്രസ് ഉയർത്തിയ വാദം. എന്നാൽ രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. 2 യുവതികൾക്ക് സമാനമായ ദുരനുഭവം നേരിട്ടു. ഇവർ 2 പേരും ഒരേ തൊഴിൽ മേഖലയിലുള്ളവരാണ്. ഇതിൽ ഒരാളുടെ ശബ്ദരേഖ മാത്രമാണ് പുറത്തുവന്നത്. മറ്റൊരാൾ ഗർഭഛിദ്രം നടത്തിയത് കേരളത്തിന് പുറത്തുള്ള ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ നിന്നുള്ള ബില്ലുകളടക്കം ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് സൂചന. പരാതിക്കാരികൾ മുന്നോട്ട് വരാതിരിക്കുകയും അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ആശങ്ക ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശബ്ദരേഖ പുറത്തുവന്ന ഇര മൊഴി നൽകാൻ തയ്യാറായില്ല. നിയമോപദേശം തേടിയതിനു ശേഷം BNS സെക്ഷൻ 88 പ്രകാരം കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ശ്രമം. പരാതി നൽകാതിരിക്കാൻ യുവതികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയവരിലേക്ക് അന്വേഷണം നീളും. 3 വനിതാ മാധ്യമപ്രവർത്തകർ ഇടപെട്ടുവെന്ന കണ്ടെത്തൽ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതേസമയം മാധ്യമപ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ DGPക്ക് പരാതി അയച്ചവരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി ഗർഭചിത്ര വാർത്തകൾ, പീഡന ആരോപണങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായ ഗൂഢാലോചനയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.